ഇത്രയും ഒരു ബൂം പ്രതീക്ഷിച്ചിരുന്നു ആർഡിഎക്സിന്? ഇല്ല, സത്യമായിട്ടില്ല. ഇല്ല. അത്രയും നല്ല സിനിമയായിരിക്കും എന്നുള്ളത് അറിയായിരുന്നു. അത് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇത്തരത്തിലുള്ളൊരു വാം റിസപ്ഷൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. അതെ. അതേപോലെ തന്നെ നെയ്മർ, കാതൽ. കാതൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മമ്മൂക്കയും ജ്യോതിക മാമും ഒക്കെ ഉള്ള ഒരു പടമാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ ചെയ്തേക്കുന്ന 3 പടങ്ങളും അത്യാവശ്യം നല്ല പടങ്ങൾ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും, ഒരു റൈറ്റർ ആയിട്ടാണെങ്കിലും ആക്ടർ ആയിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. അത്യാവശ്യം കുറച്ചും കൂടി ഒരു എക്സ്പോഷർ ഉള്ള ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. ഈ 3 സിനിമയും കിട്ടിയതിന്റെ ആ ഒരു പിന്നിലൊരു സ്റ്റോറി ഉണ്ടാവല്ലോ. എത്ര ഇയറിന്റെ ഒരു സ്റ്റോറിയാണത്? അല്ല, നമ്മള് ഈ ഒരു ഡ്രീം എന്താ പറയാ നെഞ്ചിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ചൈൽഡ്ഹുഡ് മുതലുള്ളതാണത്. അത് കുറെ വർഷങ്ങളായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പ്രൊജക്റ്റുകളൊന്നും നടക്കാതെ വരുമല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ കഥ അല്ലെങ്കിൽ ആദ്യം പ്ലാൻ ചെയ്ത കഥ എന്നൊക്കെ പറയുന്നത് കുറേ ഉണ്ട്, ലിസ്റ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് സ്കൂൾ ടൈം മുതൽ തുടങ്ങും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഹയർ സെക്കൻഡറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിന്റെ അടുത്തും അറിയാവുന്ന സിനിമാക്കാരുടെ അടുത്ത്, അന്നൊന്നും നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് സിനിമാക്കാരായിട്ടുള്ളൊരു അടുപ്പോ പരിചയമൊന്നുമില്ല. അപ്പൊ അറിയുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറിന്റെ ഹസ്ബൻഡ് ഒരു സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. പുള്ളി ഇപ്പൊ ആക്റ്റീവ്ലി ഇൻഡസ്ട്രിയിൽ ഇല്ല, മധു അടൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മധുചേട്ടന്റെ അടുത്താണ്. പുള്ളിയൊക്കെയാണ് നമ്മുടെ ഒരു ആദ്യത്തെ ഗുരുക്കന്മാരിൽ പെടുന്ന ഒരാളാണ്. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ട് ഏബിൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളിയും ഞാനും കൂടെ കൂടിയിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഈ പറഞ്ഞ പോലെ ഞങ്ങള് +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് സിനിമയാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ആ ഒരു പ്രയത്നം വന്നേ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ അന്ന് കോമഡിയാണ്, ഭീകര കോമഡി സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് എന്തെങ്കിലും ആ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്? ഷോർട്ട് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ സിനിമയെ കുറിച്ചായിരുന്നു, ഷോർട്ട് ഫിലിംസിനെ കുറിച്ചൊന്നും. അതെ, അപ്പോഴേ സിനിമ. ഈ ഷോർട്ട് ഫിലിംസിന്റെ ഒക്കെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലാണ് ഷോർട്ട് ഫിലിംസ് കൂടുതലും യൂട്യൂബിലൊക്കെ കൂടുതലും ഒരു വെൽക്കം കിട്ടി തുടങ്ങിയത് ഷോർട്ട് ഫിലിംസിനൊക്കെ. അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഷോർട്ട് ഫിലിംസ് ഒക്കെ നമ്മൾ ചെയ്തു. പക്ഷെ ഷോർട്ട് ഫിലിംസ് ഒന്നും അത്ര വലിയ, ഐ മീൻ ഞാൻ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസ് അഭിനയിച്ചതല്ലാതെ ഉള്ളത് അത്ര വലിയ ഗംഭീര വർക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കാരണം നമുക്ക് ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ അവൈലബിലിറ്റി, അതെ, എന്തായാലും വീണാണല്ലോ നടക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞ കാര്യം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നേ തുടങ്ങിയത് ഇതൊക്കെ. അത് കഴിഞ്ഞ് പിന്നീട് ഗ്രാജുവലി ഞാൻ 8-ലോ 9-ലൊക്കെ പഠിക്കുമ്പോൾ മോഹൻലാലിനെയും സുരേഷ് ഗോപിനെയും മമ്മൂക്കാനെയൊക്കെ നായകന്മാരാക്കിയിട്ടുള്ള സിനിമകളുടെ പേരെഴുതി വെക്കുമായിരുന്നു. അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ കോമഡികൾ ഉണ്ടായിട്ടുണ്ട്. IDSFKക്ക് ഒരു ഷോർട്ട് ഫിലിം സെലക്ട് ആയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ അഭിനയിച്ചിരിക്കുകയായിരുന്നോ? തീരാനേരം. തീരാനേരത്തിൽ ഞാനാണ്. എന്നോട് ഇങ്ങനെ ഏതെന്ന് അല്ല, എനിക്ക് പെട്ടെന്ന് പറഞ്ഞു. അതിപ്പോ കുറച്ച് നാളായില്ലേ. അത് ഞാൻ നായകനായിട്ട് ഞാനായിരുന്നു ഹീറോ. എൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിരുന്നു അത്. ആക്ച്വലി സിനിമയും നമ്മുടെ സിനിമകളൊക്കെ ഓണാവുന്നതിന് മുമ്പേ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഐ തിങ്ക് 2019 ഷൂട്ട് ചെയ്തത്. അത് കണ്ടിട്ടാണോ വരത്തനിലോ? അല്ലല്ല, വരത്തനിൽ വന്നത് വരത്തൻ ആക്ച്വലി 2018-ലല്ലേ. വരത്തൻ ഞങ്ങൾ 2017 ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട്. ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടിന്യൂസ്ലി ചെയ്ത് എല്ലാ വർഷവും കോളേജിൽ പഠിക്കുന്ന ടൈമിന് ഓരോ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതിലുള്ളതാണ് ഇപ്പൊ ഭീഷ്മപർവ്വത്തിന്റെ റൈറ്റർ ആയിട്ടുള്ള ദേവദത്ത് ഷാജി, പിന്നെ എൻ്റെ കൂടെ തന്നെ നെയ്മറിലും കാതലിലുള്ള പോൾസൺ, പിന്നെ ഏബിൾ, ശിവകുമാർ, ഹരികൃഷ്ണൻ, ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്. അതെ, ഞങ്ങൾ ചൈൽഡ്ഹുഡ് അവിടെ പണ്ട് മുതലേ ഉള്ള, അത് ഇപ്പോഴും ഉള്ള ഒരു സർക്കിളാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ അവസാനത്തെ ഷോർട്ട് ഫിലിം ആയിരുന്നു ഈ പറഞ്ഞ എൻ്റെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടിട്ടാണ് അമൽ സാറ് വരത്തൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വിളിക്കുന്നത്. അത് ആക്ച്വലി ദിലീഷ് പോത്തനാണ്, പുള്ളിയാണ്, ദിലീഷേണ്ണാണ് സാറിനെ കാണിച്ചു കൊടുക്കുന്നത് ഇത്. അതിനുശേഷമാണ് ദേവദത്തിനെ കുമ്പളങ്ങി നൈറ്റ്സിലേക്ക് അസിസ്റ്റന്റ് ആയിട്ട് വിളിക്കുന്നത്. ഒരു ട്രെയിനിങ് ആയിരുന്നു നമ്മുടെ എൻ്റെ സ്വന്തം. ഫസ്റ്റ് സിനിമ മീൻസ് ബിഗ് സ്ക്രീൻ സിനിമ വരത്തനാണോ? ബിഗ് സ്ക്രീൻ റിലീസ് വരത്തനാണ് ഫസ്റ്റ്. അതിനു മുമ്പ് ഞാൻ 2017 4 നായകന്മാരിൽ ഒരു നായകനായിട്ടൊക്കെ ഒരു പടമൊക്കെ ചെയ്തായിരുന്നു. അത് പക്ഷെ അത് പിന്നീട് അത് പുറത്തു വന്നില്ല. അതിന്റെ ഒരു ഷൂട്ടിംഗ് ഒന്നും കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു.
റൈറ്റർ ആയിട്ടും അതേപോലെ തന്നെ ആക്ടർ ആയിട്ടും ഇപ്പോൾ ചെയ്തിരിക്കുന്ന പടങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, നെയ്മറിൽ ഒരു ക്യാരക്ടർ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആർഡിക്സിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. റൈറ്ററും ആക്ടിങ്ങും ഏതായിരിക്കും കൂടുതൽ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, അതോ രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം തന്നെയാണോ? ഉറപ്പായിട്ടും രണ്ടും ഒരേപോലെ കൊണ്ടുവന്നു. ഈ പറഞ്ഞ പോലെ നമ്മള് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ആരോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്നത്, രണ്ടും എനിക്ക് ഇഷ്ടം. രണ്ടുപേരും ഇഷ്ടമാണ്, രണ്ടും ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് അഭിനയത്തിലാണെങ്കിലും ഇപ്പൊ കുറച്ച് നല്ല ഓഫേഴ്സ് വരുന്നുണ്ട് നമ്മുടെ സിനിമകളൊക്കെ കണ്ടിട്ട്. എക്സ്പെഷ്യലി RDX കഴിഞ്ഞതിന് ശേഷം കാതലിൽ ഞാൻ നമുക്ക് മനസ്സിലാവുന്നില്ല അത് ആദർശം എന്ന് പറയുമ്പോ. ആദർശോ എനിക്ക് ഫസ്റ്റ് അല്ലല്ല, കുറെ പേർക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർക്കും ഞാനാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല ഈ പെപ്പയുടെ കൂടെ നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കണക്ട് ആവുന്നത് ക്രിക്കറ്റ് കളിയുടെ അവിടുത്തെ പരിപാടി കണ്ട് ചിലർക്ക് തലക്കടി കൊണ്ട് വീഴുന്ന പ്രശ്നം ഉണ്ടാകാൻ കാരണക്കാരനായിട്ടുള്ള ആളല്ലേ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ആകാശൂഞ്ഞാല സീക്വൻസുകൾ ചിലർ പിക്ക് ചെയ്തിട്ട് അങ്ങനെയുണ്ട്. ഓണസ്റ്റ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ RDX ആസ് ആൻ ആക്ടർ പ്രതീക്ഷിച്ച അത്രയും ഒരു 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 ആൾക്കാരുടെ മനസ്സിലാക്കുന്ന ഒരു രീതി എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു, ലൈക്ക് ക്യാരക്ടർ ത്രൂ ഔട്ടുണ്ടല്ലോ, അപ്പൊ ആൾക്കാർ കുറച്ചുകൂടെ എന്നെ കാണുമ്പോൾ മനസ്സിലാവും. താടി ഉണ്ടായിരുന്നില്ല, പിന്നെ ലുക്ക് അല്ല, ഉറപ്പായിട്ടും നല്ലതാണ്. ഞാനിപ്പോ മമ്മൂക്കാട് കൂടെ കാതൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് വേറെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് ഒരു റോളാണ്. സന്തോഷമുള്ള കാര്യങ്ങളാണ്. നെയ്മർ നമ്മൾ കണ്ട ലൈക്ക് അതിന്റെ പിന്നിലുണ്ടായിട്ടുള്ള എഫേർട്ട് തന്നെയാണ് ആ സിനിമയുടെ ഒരു സക്സസ്. നല്ല ഡ്യൂറേഷൻ ഉണ്ടായിരുന്നല്ലോ ഇറങ്ങാനും. അതെ അതെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ CG പ്രോസസ്സ്, അതുപോലെ തന്നെ അതിന്റെ ഒരു മൊത്തത്തിലൊരു നേരത്തെ പറഞ്ഞൊരു സന്നാഹം ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ആ ഒരു കംപ്ലീറ്റ് പെർഫെക്റ്റ് വേർഷനിലേക്ക് വരാനുണ്ടായിട്ടുള്ള ഒരു കാലതാമസം തന്നെയാണ് അതിനെടുത്തത്. പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എഫേർട്ടിനുള്ളൊരു ഗിഫ്റ്റ് പോലെയാണ് ഓഡിയൻസിന്റെ അടുത്തുനിന്ന്, എസ്പെഷ്യലി കുഞ്ഞുങ്ങള്, ഫാമിലി ഓഡിയൻസ്, അമ്മമാര്, അങ്ങനത്തെ ആൾക്കാർ, കുടുംബ പ്രേക്ഷകരായിരുന്നു നമ്മുടെ നെയ്മറിന്റെ. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു 75 days ഒക്കെ ഒരു സിനിമ ഓടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ സിനിമ 75 ദിവസം ഓടി. ഈ വർഷത്തെ വിജയിച്ച ചിത്രങ്ങളിൽ നമ്മുടെ വൺ ഓഫ് ദ മൂവി ആയി. അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിന്റെ പിന്നിൽ ഇപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ അർഹിക്കുന്നത് നെയ്മർ എന്ന് പറയുന്ന നായക്കുട്ടി, അതിന്റെ ട്രെയിനറായിട്ടുള്ള പാർത്ഥനും പിന്നെ സുധിയും ഒക്കെ തന്നെയാണ്. അവരുടെ ഒരു കഷ്ടപ്പാട് തന്നെയാണ്. അപ്പൊ നമ്മൾ എഴുതി വെച്ച് വന്നതിനപ്പുറത്തേക്ക് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള കളികൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മളത് കാണുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഗ്രൗണ്ടിൽ കളിച്ച ആൾക്കാർ അവരാണ്. പിന്നെ വിശ്വസിച്ച് പണം മുടക്കി പ്രൊഡ്യൂസർ എല്ലാവരും അതിന്റെ വിജയം. അതെ, ഇപ്പൊ ഒരുപാട് വിജയത്തിലാണ് നിൽക്കുന്നത് എന്തായാലും.